ശരി, നീ വന്നോ? നാട്ടിൽ നിന്ന് എപ്പോഴാ വന്നത്? അപ്പച്ച എന്നോടൊന്നും ചോദിക്കല്ല അപ്പച്ച, ഞാൻ തകർന്നു നിൽക്കുക. അപ്പച്ചനെ പോലെ സ്നേഹവും കരുണയും കരുതലും വിശാല മനസ്കനായ ഒരപ്പനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ അപ്പനാണ് പയർമണി പോലെ ഓടി നടന്നതാ. അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഞാനിവിടെ മഹടത്തിനോട് പറഞ്ഞിട്ടാ പോയത്. എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് പോയതാ. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. ദൈവം വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ കുഞ്ഞെ? നീ അത് ഓർത്തങ്ങ് സമാധാനപ്പെട്. അപ്പച്ചനെ പോലെ തന്നെയായിരുന്നു എൻ്റെ അപ്പനും. ഇവിടെ വന്ന് അപ്പച്ചനെ കണ്ടപ്പോഴാ എനിക്കൊരു സമാധാനമായത്. വിഷമം കൊണ്ടാ അപ്പച്ച ഞാൻ നല്ല ജോലി തുടങ്ങട്ടെ. ഒരുമാതിരിയായി. എന്താ ചൂട്. അപ്പച്ച ഞാൻ എന്നാ പോവാന്നേ. അപ്പച്ചന് വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറക്കാതെ എടുത്ത് കഴിക്കണേ. എന്നാ ശരി. അതെ അപ്പച്ച, ഞാനേ നാട്ടിൽ പെട്ടെന്ന് പോയതിന്റെ മരണമായിട്ട് പോയത് കൊണ്ട് എനിക്ക് വാടക കൊടുക്കാൻ പറ്റിയില്ല. അപ്പച്ച എനിക്കൊരു 1000 ദർഹം തരാമോ അപ്പച്ച? 1000 തരാമോ? എന്റെ എവിടുന്നാ കൊച്ചേ? ഉപേക്ഷ വിചാരിക്കരുത് അപ്പച്ച. ഈ മാസത്തെ ശമ്പളം കിട്ടുമ്പോ ഞാൻ തരാം. കടമായിട്ട് തന്നാ മതി. നീ നാട്ടിൽ മരണമെന്നും പറഞ്ഞ് പോകാൻ നേരം 1 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചോണ്ട് പോയെന്ന് പറയുന്ന കേട്ടല്ലോ ഇവിടുത്തെ മോള്. ഞാൻ നോക്കട്ടെ, എന്റെ കയ്യിലുണ്ടെങ്കിൽ തരാം. ഇത് 500 ഉള്ളല്ലോ അപ്പച്ച. ഇനി ഞാൻ ബാക്കിക്ക് എന്തോ ചെയ്യും? വാടകയും കൊടുക്കാതിരുന്ന ഒരു ബുദ്ധിമുട്ടാ അപ്പച്ച. അത് അവരുടെ കയ്യിൽ ആരുടെയും ഉണ്ടോ എന്ന് നോക്കാവോ അപ്പച്ച? നീ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നിടത്തുണ്ടോ എന്ന് നീ ചോദിച്ചു നോക്ക. എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളു. വലിയ സന്തോഷം അപ്പച്ച. എന്നാ ഞാൻ പോട്ടെ. ഞാൻ നാളെ വരാം. 6 പീസിക്കൻ തണ്ട 500 ദർഹം വന്നത് ഞാൻ കൊടുക്കുന്നുണ്ട്.